ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, അത്ര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കപ്സി മന്തി ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബീഫ് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് എടുക്കുന്ന സമയത്ത് കുറച്ച് നെയ്യും എല്ലൊക്കെ ഉള്ള ബീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു റൈസ്. അപ്പോൾ ബീഫ് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ കുറച്ച് വലിയ പീസായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മസാല കൂട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 12 പീസ് എടുത്തിട്ടുണ്ട്. ഏകദേശം അത്ര അളവ് തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 3 പച്ചമുളകാട്ട് എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഈ ഒരു ബീഫ് ഒന്ന് മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അറബിക് മസാലയാണ്. അപ്പോൾ അറബിക് മസാല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മന്തി മസാല, കപ്സ മസാല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വിനീഗർ ഞാൻ 1 ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിനീഗറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ബീഫിലേക്കാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബീഫും മസാലപ്പൊടികളെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 1-2 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഈ ഒരു ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു 3 കപ്പ് സെല്ല ബസ്മതി റൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്സക്കും മന്തിക്കൊക്കെ എടുക്കുന്ന അതേ റൈസ് തന്നെയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ റൈസ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ശേഷം നമുക്കിതൊന്ന് കുതിർത്തെടുക്കണം. ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലുള്ള ഈ ഒരു അരി നമ്മൾ വേവിച്ചെടുത്താലും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞൊന്നും പോവാതെ വേറിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബീഫ് ഞാൻ എപ്പോഴും 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കലുണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ 2-3 മണിക്കൂറൊക്കെ വെക്കലുണ്ട്. കാരണം ബീഫ് നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. നമ്മൾ കറി ആക്കാനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴായിട്ട് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 2 കപ്പ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരി എടുത്ത് അതേ സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. വിസിൽ വന്ന ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ എനിക്കിത് ഇവിടെ ഒരു 4 വിസിൽ കൊണ്ടാണ് കേട്ടോ കുക്കായി കിട്ടിയിട്ടുള്ളത്. പിന്നെ കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറക്കുന്നത്. അപ്പോൾ അത് ബീഫ് പാകത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഈ ഒരു ബീഫ് എടുത്ത് മാറ്റാം. ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ബീഫ് മാത്രം കോരിയെടുക്കുകയാണ്. അത് ബീഫ് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫിൻ്റെ സ്റ്റോക്ക് ഞാൻ ഇതുപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ സ്റ്റൗവിൽ ഒരു പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്കായ, ഗ്രാമ്പൂ ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ പട്ട കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അറബിക് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും പട്ടൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഈ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ റൈസ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2 തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക.
സവാള ദാ ഇതുപോലെ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു തക്കാളിൻ്റെ പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു തക്കാളിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബൗളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കാം. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ സെയിം കപ്പിന് തന്നെ നമുക്ക് ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു 4 കപ്പ് ബീഫിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്കൊരു 6 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 6 കപ്പ് വെള്ളം കേട്ടോ നമുക്ക് വേണ്ടത്. ഈ തക്കാളി ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്നിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തക്കാളി വഴന്ന് വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഈ റൈസിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു മുളക് പൊടിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറുന്ന വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 2 ചിക്കൻ്റെ സ്റ്റോക്കോ അല്ലെങ്കിൽ ബീഫിൻ്റെ സ്റ്റോക്കോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താലും മതി. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാനൊരു അരമണിക്കൂറാട്ടോ കുതിർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ അരി സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അരി നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഈ ഒരു കളറാവും കേട്ടോ. ഈ ഒരു കളർ വരെയാണ് നമ്മൾ കുതിർത്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബീഫിൻ്റെ സ്റ്റോക്കിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് അടച്ച് വെക്കുക. നന്നായിട്ട് തിളച്ച ശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മളൊന്നും കൂടെ അത് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. റൈസ് റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഈ ഒരു 3 മസാല പൗഡറുകൾ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മസാല ഈ ഒരു ബീഫിൽ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഈ ഒരു റൈസ് ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടാണ് കേട്ടോ അധികം ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കാൻ കിട്ടുക. മട്ടൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കലില്ല. പക്ഷേ ബീഫ് ആകുമ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാനായിട്ടോ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബീഫും ഒരു 5-10 മിനിറ്റ് ടൈം എടുത്തിട്ട് തന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ബീഫ് ഇതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ആയപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ റൈസും പാകത്തിന് കുക്കായിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അരിയൊക്കെ ഇതാ വേറിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സിമ്പിളാണ് കേട്ടോ, എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സുർബിയാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ബിരിയാണിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, അതുപോലെയാണ് കുറച്ചൊരു മസാല ആയിട്ടുള്ള ഒരു റൈസാണ്. സാധാരണ നമ്മൾ കബ്സ മന്തി ഇതൊക്കെ തീരെ നമ്മൾ അധികം മസാല യൂസ് ചെയ്യാതല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഈ ഒരു സുർബിയാൻ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ മസാലയൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ചിക്കൻ ആകുമ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക, ബീഫ് ആകുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുക്കൽ. മട്ടൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 3 ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ഈ സുർബിയാൻ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം.